വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ കുറേ നാൾക്ക് ശേഷമാണ് ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം ഞാൻ ഇടയ്ക്ക് ഷോർട്സ് എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ടെങ്കിലും പക്ഷേ ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഞാനൊരു സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, നിങ്ങൾ കുറേ പേരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കാം. എങ്കിൽ പോലും ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യില്ല, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. ഞാൻ ഭയങ്കര എപ്പോഴും നന്നായിട്ടൊന്ന് സ്കിന്നൊക്കെ കെയർ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഭയങ്കര റൂട്ടീനൊന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും കൂടുതൽ എന്നോട് പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഒട്ടും കെയർ ചെയ്യില്ല സ്കിന്നിനെ പറ്റി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പുള്ളി. അത്യാവശ്യം നല്ല രീതിയിൽ സ്കിന്ന് കെയർ ചെയ്യാറുണ്ട്. ഡെയിലി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അതുപോലെ സ്കിന്നൊക്കെ നോക്കുന്നുണ്ട് ഹെൽത്തി ആയിട്ട്. പക്ഷേ ഞാൻ ഒട്ടും കെയർ ചെയ്യാറില്ല. ഞാൻ അത്യാവശ്യം നല്ല മടിച്ചാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും, കാരണം ഇന്നലേക്കാണെങ്കിൽ ഞാൻ 2 വീലറിന് പോയി സൺസ്ക്രീനൊക്കെ ഇട്ടുണ്ടായി. പക്ഷേ എങ്കിൽ പോലും കയ്യിലൊക്കെ മുഖത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നൊരു കുറച്ച് സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ, ടൊമാറ്റോ, പൊട്ടാറ്റോ, പിന്നെ കേട്, റവ, അങ്ങനെ ഷുഗർ, കോഫി പൗഡർ, അതൊക്കെ മിക്സ് ചെയ്തിട്ടൊരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യുക. ഒരു നല്ലൊരു ക്ലെൻസറോ ഫേസ് വാഷ് അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ട് ഫേസ് ഞാൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത്, ഓൾറെഡി ഞാൻ ക്ലെൻസ് ചെയ്ത ഫേസാണ് കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഞാൻ ഉണ്ടാക്കി വെച്ച ആ ഒരു സംഭവം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. ഞാനിതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എപ്പോഴും കൈ കൊണ്ട് അപ്ലൈ ചെയ്യൽ വളരെ കുറവാണ്. ഞാൻ കൂടുതലും അപ്ലൈ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. എന്തൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇത് അത്യാവശ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ട്വൈസ് ഇൻ എ വീക്കൊക്കെ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാകും. പക്ഷേ ഞാൻ അത്രയും അങ്ങനെയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ആണ് എനിക്ക് ഭയങ്കരമായ റിസൾട്ട് ഒന്നുമില്ല. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന അനുസരിച്ചുള്ള റിസൾട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാനിത് എവിടെയാണ് നോക്കണേന്ന് നിങ്ങൾ വിചാരിക്കരുത്. ലൈക്ക് എൻ്റെ ഫ്രണ്ടിൽ മിററുണ്ട്, അതിൽ നോക്കിയാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഫോണിൽ നോക്കി ഇടാനായിട്ടുള്ള അത്ര വലിയൊരു എക്സ്പെർട്ടൈസ് എനിക്കില്ല ഗൈസ്. പിന്നെ ഉണ്ടല്ലോ, ഇത് നമുക്ക് ഫേസിൽ മാത്രമല്ല, ഫേസിൽ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും അത് നെക്കിലും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഞാനിത് ഫുൾ ബോഡിയിൽ ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. കയ്യിലാണെങ്കിലും കാലിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ട് ഉണ്ടാവും, ഷുവറാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഞാൻ എന്തായാലും ഫുൾ ഇട്ടിട്ട് കാണിച്ചു തരാം ഗൈസ്. ആരും പേടിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നെക്കിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കയ്യിൽ ഫുൾ ബോഡിയിലൊക്കെ ഇട്ടിട്ട് നമ്മളിനി ഒരു ഇട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഡ്രൈ ആവുന്ന വരെ, എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഇങ്ങനെ വരേണ്ടി വരും. ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു ലൂക്ക് വാം വാട്ടറിൽ എപ്പോഴും വാഷ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഒരു ഇളം ചൂടുവെള്ളമില്ലേ അതിൽ വാഷ് ചെയ്യുമ്പോൾ ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു മസാജ് കൊടുത്തിട്ട്, ഭയങ്കരമായിട്ടിട്ട് റബ്ബ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു മസാജൊക്കെ കൊടുത്തിട്ട് നമ്മളത് ആ ഒരു ലൂക്ക് വാം വാട്ടർ വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാനിത് കയ്യിലൊക്കെ അപ്ലൈ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കാണാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ ഇതൊക്കെ അപ്ലൈ ചെയ്ത് പിന്നെ 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത് വാഷ് ചെയ്ത് ഞാൻ ഫുൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി. കാരണം നന്നായിട്ട് ടാനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അത് ഞാൻ കാണിച്ചു തരാം. ഈ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ പ്ലമ്മിൻ്റെ ആണ് ഇവിടെ അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. കുറച്ച് വീഴ്ച ഞാൻ നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിപ് ബാമാണ്. ഞാൻ ഓൾറെഡി ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മീസ് നാച്ചുറൽസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ലിപ് ബാമാണ്. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വർക്കായിട്ടുള്ളൊരു ലിപ് ബാമാണ് കേട്ടോ. കാരണം എൻ്റെ ലിപ്പിലൊക്കെ അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും പിഗ്മെൻറ്റേഷൻ ഉണ്ട്, പക്ഷേ ഇതിലും കൂടുതലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം ഞാൻ ഈ ഒരു ലിപ്പിൻ്റെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എല്ലാ ദിവസവും ട്വൈസ് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോഴാണെങ്കിലും അതിൻ്റെ ബേസായിട്ട് ഞാൻ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്ക് അതിൻ്റെ മുകളിൽ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ,
അപ്പോൾ നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ലിപ് ബാം ഞാൻ ബ്ലഷായിട്ട് ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഭയങ്കര മിനിമലായിട്ട് നിൽക്കുക ഒരു ഇതിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും ആയിരിക്കില്ല, പക്ഷേ ജസ്റ്റ് ആ ഇടുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് ബ്ലഷായിട്ടും ഡെയിലി ബേസിസിൽ അങ്ങനെയുള്ള രീതിയിൽ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ സ്കിൻ കെയർ റൂട്ടീനൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞ പോലെ തന്നെ റൂട്ടീനായിട്ട് ഞാൻ ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവാറുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മസ്റ്റ് ട്രൈ തന്നെയാണ്, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. Until then, it's me, Shubhashree, signing off. Bye.